എല്ലാവർക്കും നമസ്കാരം. ഒറ്റപ്പദം എന്ന സെക്ഷനിലെ രണ്ടാമത്തെ ഭാഗമാണിത്. അപ്പം ആദ്യം ഗുരുസേനന്റെ വംശത്തിൽ ജനിച്ചവൻ ശൗരി, ദ്വീപിൽ ജനിച്ചവൻ ദ്വയപാലൻ, ഗുരുവിന്റെ ഭാവം ഗൗരവ, കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദൃദൃക്ഷു, നാടകം എഴുതുന്നയാൾ നാടകകൃത്ത്, നയനത്തിൽ അഭിരാമമായിട്ടുള്ളത് നയനാഭിരാമ, ആകാശത്തെ ഭേദിക്കുന്നത് ആകാശഭേദി, രഘുവംശത്തിൽ ജനിച്ചവൻ രാഘവൻ, യദുവംശത്തിൽ ജനിച്ചവൻ യാദവൻ. ഒരിക്കൽ കൂടി, ഗുരുസേനന്റെ വംശത്തിൽ ജനിച്ചവൻ ശൗരി, ദ്വീപിൽ ജനിച്ചവൻ ദ്വയപാലൻ, ഗുരുവിന്റെ ഭാവം ഗൗരവ, കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദൃദൃക്ഷു, നാടകം എഴുതുന്ന ആൾ നാടകകൃത്ത്, നയനത്തിൽ അഭിരാമമായിട്ടുള്ളത് നയനാഭിരാമം, ആകാശത്തെ ഭേദിക്കുന്നത് ആകാശഭേദി, രഘുവംശത്തിൽ ജനിച്ചവൻ രാഘവൻ, യദുവംശത്തിൽ ജനിച്ചവൻ യാദവൻ, ഗുരുവിന്റെ ഘാതകൻ ഗുരുഖാദി, ഗുരുവിന്റെ ഘാതകൻ ഗുരുഖാദി, ആശ നശിച്ചവൻ ഹതാശൻ, ആശ നശിച്ചവൻ ഹതാശൻ, നിരാശയുടെ ഭാവം നൈരാശ്യം, നിരാശയുടെ ഭാവം നൈരാശ്യം, അമ്മ വഴിയുള്ള കുടുംബശാഖ തായ് വഴി, അമ്മ വഴിയുള്ള കുടുംബശാഖ തായ് വഴി, ദൂതന്റെ പ്രവൃത്തി ദൗത്യം, ദൂതന്റെ പ്രവൃത്തി ദൗത്യം. ഒരിക്കൽ കൂടി, യദുവംശത്തിൽ ജനിച്ചവൻ യാദവൻ, ഗുരുവിന്റെ ഘാതകൻ ഗുരുഖാദി, ആശ നശിച്ചവൻ ഹതാശൻ, നിരാശയുടെ ഭാവം നൈരാശ്യം, അമ്മ വഴിയുള്ള കുടുംബശാഖ തായ് വഴി, ദൂതന്റെ പ്രവൃത്തി ദൗത്യം, മിതമായി സംസാരിക്കുന്നവൻ മിതഭാക്ഷി. അടുത്ത്, എല്ലായിടത്തുമുള്ളത് സർവജനീന, എല്ലായിടത്തുമുള്ളത് സർവജനീന, അധികം സംസാരിക്കുന്നവൻ വാചാലൻ, അധികം സംസാരിക്കുന്നവൻ വാചാലൻ, പാവനമായ ചരിതത്തോട് കൂടിയവൾ പാവന ചരിത, വസന്തത്തിന്റെ സ്ത്രീ വസന്തശ്രീ, വസന്തത്തിന്റെ സ്ത്രീ വസന്തശ്രീ, വികാരം കൊണ്ടുള്ള വിക്ഷേപം വികാര വിക്ഷേപം, വികാരം കൊണ്ടുള്ള വിക്ഷേപം വികാര വിക്ഷേപം, പ്രകൃതിക്ക് അനുകൂലം പ്രകൃതിയാനുകൂലം, പ്രകൃതിക്ക് അനുകൂലം പ്രകൃതിയാനുകൂലം, ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഭാഗ്യപ്രദാനം, ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഭാഗ്യപ്രദാനം, ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം, ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം, കൂടെ പ്രവർത്തിക്കുന്നവർ സഹപ്രവർത്തകർ, ഉള്ളിൽ അലിഞ്ഞു ചേരുന്നത് അന്തർലീനം, ഉള്ളിൽ അലിഞ്ഞു ചേരുന്നത് അന്തർലീനം. ഒരിക്കൽ കൂടി, എല്ലായിടത്തും ഉള്ളത് സർവജനീനം, അധികം സംസാരിക്കുന്നവൻ വാചാലൻ, പാവനമായ ചരിതത്തോട് കൂടിയവൾ പാവന ചരിത, വസന്തത്തിന്റെ സ്ത്രീ വസന്തശ്രീ, വികാരം കൊണ്ടുള്ള വിക്ഷേപം വികാര വിക്ഷേപം, പ്രകൃതിക്ക് അനുകൂലം പ്രകൃതിയാനുകൂലം, ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഭാഗ്യപ്രദാനം, ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം, കൂടെ പ്രവർത്തിക്കുന്നവർ സഹപ്രവർത്തകർ, ഉള്ളിൽ അലിഞ്ഞു ചേരുന്നത് അന്തർലീനം, വാതിൽ കാവൽക്കാരി വേത്രാവതി, വാതിൽ കാവൽക്കാരി വേത്രാവതി, കർമ്മങ്ങളിൽ മുഴുകിയവൻ കർമ്മനിരതൻ, കർമ്മങ്ങളിൽ മുഴുകിയവൻ കർമ്മനിരതൻ, അർത്ഥത്തോടു കൂടി സർവർത്തകം, സർവർത്തകം, അർത്ഥത്തോടു കൂടി സർവർത്തകം, ജനമില്ലാത്തിടം വിജനം, ജനമില്ലാത്തിടം വിജനം, ശ്രദ്ധയോടുള്ളവൻ ശ്രദ്ധാലു, ശ്രദ്ധയോടുള്ളവൻ ശ്രദ്ധാലു, വിഷാദമുള്ളവൻ വിഷണ്ണൻ, വിഷാദമുള്ളവൻ വിഷണ്ണൻ, ചേതനയുടെ ഭാവം ചൈതന്യം, ചേതനയുടെ ഭാവം ചൈതന്യം. ഒരിക്കൽ കൂടി, കൂടെ പ്രവർത്തിക്കുന്നവൻ സഹപ്രവർത്തകർ, ഉള്ളിൽ അലിഞ്ഞു ചേരുന്നത് അന്തർലീനം, വാതിൽ കാവൽക്കാരി വേത്രാവതി, കർമ്മങ്ങളിൽ മുഴുകിയവൻ കർമ്മനിരതൻ, അർത്ഥത്തോടു കൂടി സർവർത്ഥകം, ജനമില്ലാതിടം വിജനം, ശ്രദ്ധയുള്ളവൻ ശ്രദ്ധാലു, വിഷാദമുള്ളവൻ വിഷണ്ണൻ, ചേതനയുടെ ഭാവം ചൈതന്യം. ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ ശൗരി, ദ്വീപിൽ ജനിച്ചവൻ ദ്വയപാലനൻ, ഗുരുവിന്റെ ഭാവം ഗൗരവം, കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദൃദൃക്ഷു, നാടകം എഴുതുന്നയാൾ നാടകകൃത്ത്, നയനത്തിൽ അഭിരാമമായിട്ടുള്ളത്
നയനാഭിരാമം ആകാശത്തെ ഭേദിക്കുന്നത് ആകാശഭേദി. രഘുവംശത്തിൽ ജനിച്ചവർ രാഘവൻ. യദുവംശത്തിൽ ജനിച്ചവൻ യാദവൻ. ഗുരുവിന്റെ ഘാതകൻ ഗുരുഘാതി. ആശ നശിച്ചവൻ ഹതാശൻ. നിരാശയുടെ ഭാവം നൈരാശ്യം. അമ്മ വഴിയുള്ള കുടുംബശാഖ തായ് വഴി. ദൂതന്റെ പ്രവൃത്തി ദൗത്യം. മിതമായി സംസാരിക്കുന്നവൻ മിതഭാഷി. എല്ലായിടത്തും ഉള്ളത് സർവജനീന. അധികം സംസാരിക്കുന്നവൻ വാചാലൻ. പാവനമായ ചരിതത്തോട് കൂടിയവൾ പാവന ചരിത. വസന്തത്തിന്റെ സ്ത്രീ വസന്തശ്രീ. വികാരം കൊണ്ടുള്ള വിക്ഷേപം വികാര വിക്ഷേപം. പ്രകൃതിക്ക് അനുകൂലം പ്രകൃതിയാനുകൂലം. ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഭാഗ്യപ്രദാനം. ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം. കൂടെ പ്രവർത്തിക്കുന്നവർ സഹപ്രവർത്തകർ. ഉള്ളിൽ അലിഞ്ഞു ചേരുന്നത് അന്തർലീനം. വാതിൽ കാവൽക്കാരി വേത്രാവതി. കർമ്മങ്ങളിൽ മുഴുകിയവൻ കർമ്മനിരതൻ. അർത്ഥത്തോടു കൂടി സാർവത്രികം. ജനമില്ലാത്തിടം വിജനം. ശ്രദ്ധയുള്ളവൻ ശ്രദ്ധാലു. വിഷാദമുള്ളവൻ വിഷണ്ണൻ. ചേതനയുടെ ഭാവം ചൈതന്യം. എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.